എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചൊവ്വ ശനി കോമ്പിനേഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. കഴിഞ്ഞ വീഡിയോ രേവതി നക്ഷത്രത്തെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല റെസ്പോൺസാണ് കിട്ടിയത്. പൊതുവെ ഇങ്ങനെ കമൻസിൽ ഇങ്ങനെ വരുമ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ വളരെ സന്തോഷമാണ്. കാരണം ജ്യോതിഷം എന്ന് പറഞ്ഞാൽ അത്രയും ഫലങ്ങൾ കറക്റ്റാണ് ഒത്തുവരണമെങ്കിൽ അത്രയും ബുദ്ധിമുട്ടാണ്. അപ്പം പറയുന്ന കാര്യങ്ങൾ അത്രയും ശരിയാണെന്നാണ് എനിക്ക് ആൻസർ കിട്ടിയത്. വളരെ സന്തോഷം. എല്ലാവർക്കും നന്ദിയുണ്ട്. അതിൽ ഒരു കമൻറ്റ് എന്തോ ഒരു വ്യത്യസ്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തെന്ന് വെച്ചാൽ ജ്യോതിഷം നമ്മളിപ്പോൾ ഫലങ്ങൾ പറയുമ്പോൾ അതായത് ഒരു നക്ഷത്രം അല്ലെങ്കിൽ ഒരു ഭാവം ഒരു ഗ്രഹം ഇങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കമൻസിൽ ചോദിച്ചിട്ടുള്ളതും അതായിരുന്നു, എങ്ങനെയാണ് ഒരു നക്ഷത്രം ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രം വെച്ചിട്ട് എങ്ങനെയാണ് അത്രയും ഫലങ്ങൾ പറയാൻ പറ്റുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരിക്കലും ആർക്കും പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൊഴിലെന്നോ ജോലിയെന്നോ വരുമ്പോൾ 2-6-10 നോക്കണം, ഗ്രഹനില നോക്കാതെ ഒന്നും ഒരു നക്ഷത്രം കൊണ്ട് ഒരു കാര്യം പറയാൻ പറ്റില്ല എന്നുള്ളത് വാസ്തവമാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മളെപ്പോഴും ഈ ഒരു നക്ഷത്രം എന്ന് പറയുന്നത് ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടും. ആ സൂചിപ്പിക്കുന്ന കാര്യങ്ങളും ഗ്രഹനിലയിൽ അതിനോട് അനുബന്ധിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫലങ്ങൾ ഈസിയാണ് പറയാൻ. അതുപോലെ ഇപ്പം ഞാൻ ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രം രേവതി, അല്ലെങ്കിൽ ലഗ്നാധിപതി നിൽക്കുന്ന നക്ഷത്രം രേവതി, ലഗ്നം വീണിട്ടുള്ളതും ആ ഒരു പാദത്തിലാണ് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞു പോയത്. പക്ഷേ അത് മാത്രമല്ല, ലഗ്നം നിൽക്കുന്ന നക്ഷത്രം വേറെ ഏതെങ്കിലും നക്ഷത്രമാവാം, രേവതി ആവണമെന്നില്ല. അതും നമ്മൾ നോക്കി പറയണം. ഒരാളിന് ജന്മലഗ്നം, അതിനൊരു നക്ഷത്രം വരും. അതായത് നമ്മളുടെ ജന്മലഗ്നവും ജന്മരാശിയും രണ്ടിനും 2 നക്ഷത്രങ്ങൾ വരാം. ചിലർക്ക് ഒരേപോലെ വരാം. ചന്ദ്രനും ലഗ്നവും ഒരേ രാശിയിൽ നിൽക്കാം. അപ്പൊ ഇതിനൊക്കെ വ്യത്യസ്തമായ ഫലങ്ങൾ വരും. പക്ഷെ ഇതൊക്കെ നമുക്കൊരു സപ്പോർട്ടായിട്ടാണ്, ഈ നക്ഷത്രങ്ങൾ കിട്ടുന്ന ഫലങ്ങളൊക്കെ സപ്പോർട്ടായിട്ടാണ് എടുക്കേണ്ടത്. അതുപോലെ ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്ന നക്ഷത്രങ്ങളുടെ കാര്യങ്ങളും കൂടെ എടുക്കുമ്പോൾ ഈ 12 ഭാവങ്ങളും ഈ ഗ്രഹങ്ങളും മാന്തിയടക്കം നമ്മൾ ഫലങ്ങൾ പറയുമ്പോൾ ഫലങ്ങൾ കൂടുതലും പെർസെൻറ്റേജ് കൂടുകയാണ് അവിടെ. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു എന്താ പറയുക കറക്റ്റായിട്ട് പറയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എപ്പോഴും ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും ഒരു നക്ഷത്രമോ ഒരു ഭാവവും വെച്ച് ഒരു കാര്യവും പറയാൻ പറ്റില്ല. ഒരു പഠിത്തം നമ്മൾ പഠിപ്പിനെ പറ്റി നോക്കുകയാണെങ്കിൽ ആദ്യത്തെ പ്രൈമറി വിദ്യാഭ്യാസം 2-ാം ഭാവം കൊണ്ട് നോക്കണം, +2 വരയ്ക്കും 4-ാം ഭാവം കൊണ്ട് നോക്കണം, ഹയർ സ്റ്റഡീസിന് 5, 9, 11 ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് 5 കാര്യങ്ങൾ നോക്കിയാൽ മാത്രമാണ് ഏത് കൊച്ചു PhD വരയ്ക്കും പഠിക്കുമെന്ന് അറിയാൻ പറ്റുള്ളൂ. വിവാഹം എന്ന് പറയുമ്പോൾ 2, 7, 8, 4, 12 ഇങ്ങനെ അതിനും ഭാവങ്ങളുണ്ട്. പിന്നെ ജോലിയാണെങ്കിൽ 2, 6, 10. അപ്പം ഇങ്ങനെ നമ്മൾ തൊഴിൽ 10 കറക്റ്റാ ലഗ്നാധിപതിക്കും അല്ലെങ്കിൽ ലഗ്നത്തിനും 10 സപ്പോർട്ട് ചെയ്യണം. അതിന് ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് കൊണ്ടുവേണം നമ്മൾ ഫലം പറയാൻ. ഇതിനത് മാറ്റമേ ഇല്ല. പക്ഷേ നമുക്ക് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഈ നക്ഷത്രങ്ങൾ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പോൾ ആ രേവതി നക്ഷത്രത്തിൽ തന്നെ ഒരു കാര്യം എന്ത് പറയുന്നു വെച്ചാൽ, പിതാവിന് കുറച്ച് ആദ്യം ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറയുന്നു. വയസ്സ് പ്രായം കൂടുതലായ ശേഷം ശരി അച്ഛനാണ് ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ആ പിതാവിൻ്റെ സ്ഥാനം, ആ കുട്ടിയുടെ അച്ഛൻ്റെ, ഇപ്പം രേവതി ആ കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ പിതാവിനെ ആ കുട്ടിയുടെ ജാതകത്തിൽ ദോഷം കാണുന്നുണ്ടോ, ബുദ്ധിമുട്ട് കാണുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ ഈസിയല്ലേ. ഇപ്പം ഞാനൊന്ന് പറഞ്ഞു തരാം. മേടലഗ്നം എന്ന് വെച്ചു, മേടലഗ്നം തന്നെ നമ്മൾക്ക് എടുക്കാം. അത് രാശി നമ്മുടെ കാലചക്രത്തിൻ്റെ അതും കൂടെയാണ് മേടം. അപ്പം ഇവിടെ മേടരാശി നമ്മൾ ഒരു ലഗ്നം, ഒരാളിന് ലഗ്നം മേടം വന്നു വെച്ചോളൂ. ഈ കർക്കിടകം എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 അല്ലേ. ഈ കർക്കിടകം 4-ാം ഭാവമാണ്. ഈ ശ്രദ്ധിക്കണം, നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. 4-ാം ഭാവമാണ്. ഈ 4-ാം ഭാവത്തിൽ മറ്റു കാര്യങ്ങളൊക്കെ വിട്ടേക്ക്,
നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് മാതാവിൻ്റെ സ്ഥാനമാണ്. അമ്മയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഭാവമാണ് 4-ാം ഭാവം. അമ്മയുടെ കാര്യങ്ങളെല്ലാം പറയുന്നത് 4-ാം ഭാവവും 4-ാം അധിപതിയുമാണ്. ഈ 4-നെ തന്നെ ഞാൻ പഠിച്ചത് അച്ഛൻ്റെ ആയുസ്സും പറയുന്നുണ്ട്. അപ്പം 4-ാം ഭാവം അമ്മയോടൊപ്പം പിതാവിൻ്റെ ആയുസ്സിനെയും പറ്റി പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് 4 അമ്മ. ഓക്കെ, അടുത്തത് 1, 2, 3, 4, 5, 6, 7, 8, 9 പിതാവിൻ്റെ സ്ഥാനം അല്ലേ. ഈ പിതാവിനെ ഇവിടെ നിന്ന് ഈ ആയുസ് നോക്കണമെങ്കിൽ ഇവിടെ നിന്ന് എണ്ണണം. 1, 2, 3, 4, 5, 6, 7, 8. മനസ്സിലായില്ലേ? അപ്പൊ പിതാവിൻ്റെ ആയുർഭാവവും 4-ാം ഭാവമാണ്, ലഗ്നത്തിന്റെ 4ആണ്. അപ്പൊ ഇവിടെ അമ്മയെ മാത്രമല്ല അച്ഛൻ്റെ ആയുസ്സും കണക്ക് കൂട്ടുന്നത് 4ആണ്. അപ്പോൾ ഒരു രേവതി നക്ഷത്രത്തിൽ ജനിച്ച ഒരു കുട്ടിയാണെങ്കിൽ, ചന്ദ്രൻ രേവതി ജനിച്ച കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ രേവതിക്ക് കുറച്ച് പ്രശ്നം പറയുന്നുണ്ട് പിതാവിന്. അപ്പൊ ആ പിതാവിന് പ്രശ്നമുണ്ടോ എന്നറിയാൻ വേണ്ടി അവരെ ജാതകം ഈസിയായിട്ട് നോക്കാം നമുക്ക്. ഇവിടെ 4ആണോ പ്രശ്നം, അമ്മയ്ക്കാണോ പ്രശ്നം, അല്ലെങ്കിൽ അച്ഛൻ്റെ ആയുസിനാണോ പ്രശ്നം എന്നുള്ളത് ഈ ഭാവം നോക്കണം. പക്ഷേ ഇത് മാത്രം പോരാ. 4-ാം അധിപതി ആദ്യം അമ്മയുടെ നോക്കണമെങ്കിൽ 4-ാം അധിപതിയും എടുക്കണം. 4-ാം അധിപതി എടുക്കുമ്പോൾ ആ അധിപതിയുടെ 8-ാം ഭാവം നോക്കണം. 4-ാം ഭാവത്തിൻ്റെ 8 നോക്കണം. 4-ാം അധിപതിയുടെ 8 നോക്കണം. അതിൻ്റെ 8 നോക്കണം. ഇങ്ങനെയൊക്കെ നോക്കിയാണ് ആ ഒരു ആയുസിന്റെ കണക്ക് പറയുന്നത്. അപ്പം അതേസമയം സൂര്യ ചന്ദ്രന്മാരെ നോക്കണം. അച്ഛനെന്ന് പറയുമ്പോൾ സൂര്യന്റെ ബലം എത്രത്തോളം ഉണ്ടെന്ന് നോക്കണം. അമ്മ എന്ന് പറയുമ്പോൾ ചന്ദ്രന്റെ ബലം എത്രത്തോളം ഉണ്ടെന്ന് നോക്കണം. മനസ്സിലായില്ലേ? ഇത് 4-ാം ഭാവം, 4-ാം അധിപതി, ചന്ദ്രൻ, ഇത്രയും അമ്മയ്ക്ക് നോക്കണം. ഇതിൻ്റെയൊക്കെ 9-ാം ഭാവം നോക്കണം. ഭാഗ്യം എത്രത്തോളം ഉണ്ട്. ഒരാളിന് 5, 9 ബലമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്കത് വളരെ വളരെ നല്ല ജാതകമായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു 8-ാം ഭാവം, 4-ാം ഭാവത്തിൻ്റെ 8 നോക്കണം, 4-ാം അധിപതിയുടെ 8 നോക്കണം, 9 നോക്കണം, അതേപോലെ ചന്ദ്രനെ നോക്കണം. ഇനി പിതാവിൻ്റെ സ്ഥാനത്ത് വരുമ്പോൾ പിതാവിന് 9ന്റെ 8 നോക്കണം. 4-ാം ഭാവം, ലഗ്നത്തിന്റെ 4. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇനി ഈ അധിപതി ഗുരു എവിടെ നിൽക്കുന്നു നോക്കണം. ആ ഗുരുവിന്റെ 8 നോക്കണം, 9 നോക്കണം. അത് കഴിഞ്ഞ് സൂര്യന്റെ ബലവും നോക്കണം. ഇത്രയും നോക്കുമ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഏത് ഭാവം എങ്ങനെയാണെന്നുള്ളത്. ആ ഭാവത്തിന് ബലക്കുറവ്, പിന്നെ അധിപതിക്ക് ബലക്കുറവ്, അതിൻ്റെ 8-ാം ഭാവം ബലക്കുറവ്, ഇങ്ങനെ വരുമ്പോൾ ആണ് നമുക്കത് ശരിക്കും അത് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇത് വെറുതെ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. അപ്പം അത് ഇതും കൂടെ കറക്റ്റായിട്ട് തന്നെ വരും. പിന്നെ ഒരാളിൻ്റെ ജാതകത്തിൽ ദോഷമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ആ മാരകദശയൊക്കെ നടക്കുന്നുവെങ്കിൽ അവരുടെ പിതാവിനോ മറ്റുള്ളവർക്കോ ദോഷം വരുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ആ പർട്ടിക്കുലർ ആളിൻ്റെ അവരുടെ ജാതകത്തിലെ 8-ാം ഭാവവും 9-ാം ഭാവവും ഒക്കെ ശരിയല്ല, ബുദ്ധിമുട്ടാണ്, ദശ, അഷ്ടമ ബാധകം, രാഹു, ശനി, ഇങ്ങനെയൊക്കെ എല്ലാം മൊത്തമായിട്ട് പ്രശ്നത്തിൽ ഇരിക്കുന്നെങ്കിൽ മാത്രമേ അവരുടെ ആയുസ് അവരുടേതായ ആയുസാണ് പറയുന്നത്. അല്ലാതെ മറ്റുള്ളവരെ കൊണ്ട് ഒരുത്തർക്കും ഒരു ആയുസും പറയാൻ പറ്റില്ല. പക്ഷെ ചില സൂചനകൾ നമുക്ക് തരും. ആ സൂചനകൾ വഴി നമുക്ക് ഈ ഗ്രഹനിലയിൽ നോക്കിയാൽ കാര്യങ്ങൾ മനസ്സിലാകും. പക്ഷെ 8-ാം ഭാവം ഇത്രയും മാത്രമല്ല നോക്കുന്നത്, ഒരു ആയുസ് ഇത്രയല്ല നോക്കേണ്ടത്. ഇത് ജസ്റ്റ് വെറുതെ ഇങ്ങനെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പം അതിൻ്റെതായ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. പക്ഷേ ഒരു ആയുസ് നോക്കുന്നത് കുറേ കൂടെ കാര്യങ്ങളുണ്ട്. വളരെ വളരെ ഡീപ്പായിട്ട് കുറേയും കൂടെ നോക്കാനുണ്ട്. അതൊക്കെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് പേടി വരും. ഈ 8-ാം ഭാവം പഠിക്കുമ്പോഴേ നമുക്ക് പേടി തോന്നും. കാരണം നമുക്ക് ആദ്യം നമ്മുടെ ആൾക്കാരുടെയൊക്കെ ജാതകം നോക്കണമെന്നുള്ളത് ഒരു ടെൻഷനാവും. അപ്പം അത് കാരണം അതിനോട്ട് ഞാൻ പോകുന്നില്ല. ഇനിയും കുറച്ചുകൂടെ കാര്യങ്ങൾ പോയാലാണ് ആ ആളിൻ്റെ ആയുസ്സിന് ബലമുണ്ടോ ഇല്ലയോ, എത്രത്തോളം പ്രോബ്ലം ആണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പക്ഷേ ഇതൊക്കെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാകത്തക്കവണ്ണം ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതുപോലെ ഞാൻ പറഞ്ഞിട്ടുള്ള രേവതിയിലുള്ള എല്ലാ കാര്യങ്ങളും ശരി നമ്മളെ ഗ്രഹനിലയിലും അതുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ സംഭവിക്കൂ. അല്ലെങ്കിൽ അച്ഛന് ചിലപ്പോൾ ദീർഘായുസ് ഉണ്ടായിരിക്കും. 80-90 വയസ്സ് വരെയൊക്കെ അച്ഛന് ഇപ്പോൾ ഉണ്ടാക്കും. പക്ഷെ അമ്മയും അച്ഛനും വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അച്ഛനായിരിക്കും ആദ്യം പോകുന്നത്. ആദ്യം അത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ ഗ്രഹനില എന്താണ് മെയിൻ, മറ്റതെല്ലാം അഡീഷണലായിട്ട് ആണെങ്കിലും നക്ഷത്രങ്ങൾ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പഠിക്കേണ്ടതും
മനസ്സിലാക്കേണ്ടത് നക്ഷത്രങ്ങൾ വഴിയാണ് നമുക്ക് ഗ്രഹങ്ങളെ ഫലങ്ങൾ തരുന്നത്. അതുകൊണ്ട് നക്ഷത്രങ്ങളെ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. അത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. ഓക്കെ, ഇത് മനസ്സിലായില്ലെങ്കിൽ ഒരു പക്ഷേ 2-3 പ്രാവശ്യം ഇട്ട് കാണുക. കാരണം എനിക്ക് അവതരിപ്പിക്കാനുള്ള ഒരു ശേഷി കുറച്ച് കുറവാണ്. അതുകൊണ്ട് എൻ്റെ അവതരണ രീതിയും ശരിയല്ല എന്നാണ് കമൻസിൽ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ 1-2 പ്രാവശ്യം വീഡിയോ ഇട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അടുത്ത് നമുക്ക് ചൊവ്വ ശനിയിലോട്ട് പോകാം. ചൊവ്വയും ശനിയും ഒരു കോമ്പിനേഷൻ അത്ര ഒരു നല്ല ഒരു കോമ്പിനേഷൻ അല്ല ജാതകത്തിൽ. പണം ധാരാളം തരും, ഉയർന്ന പദവിയുണ്ട്, അതൊക്കെ വാസ്തവം തന്നെയാണ്. പക്ഷേ പൊതുവെ അത് കുറച്ച് കോമ്പിനേഷൻ അത്ര ഒരു നല്ലതല്ല, ഒരു പ്രോബ്ലം ഒക്കെ തരുന്ന ഒരു കോമ്പിനേഷനാണ് ചൊവ്വ ശനി. അപ്പം ഞാൻ ആദ്യം ചൊവ്വയുടെ കാരകങ്ങൾ പറയും. സഹോദരം, നിലം, സ്വത്ത്, മണ്ണ്, ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ചോളൂ. ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ആവും. ഫയർ, ഈ ബ്രിക്സിൽ എന്താ പറയുക, ഇഷ്ടിക, ബ്ലഡ്, മെഡിസിൻ, ഡോക്ടർ, എൻജിനീയർ, ആക്സിഡൻറ്റ്, കോക്കനട്ട് ട്രീ, മഹേര നക്ഷത്രമാണ് തേങ്ങ. ഓക്കെ, അതുപോലെ നായ, ഹെൽമറ്റ്, ഹോട്ടൽ, കിച്ചൺ, വെഹിക്കിൾ, ടീ ഷോപ്പ്, ഡെന്റിസ്റ്റ്, അപ്പുറം പിന്നെ മിളകില്ലേ നമ്മൾ ഉപയോഗിക്കുന്ന മിളക്, സൗത്ത് സൈഡ്, റെഡ് കളറ്, പിന്നെ ആയുധം, മീശ. നല്ല മീശയോടെ ആണുങ്ങൾ നിൽക്കുകയാണെങ്കിൽ നമുക്കറിയാം ചൊവ്വയുടെ ചൊവ്വ നല്ല ബലത്തിലാണ്. അതുപോലെ കലഹിക്കുന്നത്, ടീച്ചിങ്. പിന്നെ പൊതുവെ ചൊവ്വയെ മുരുകൻ, സുബ്രഹ്മണ്യനെ പറയും. എല്ലാ കാര്യങ്ങൾക്കും സുബ്രഹ്മണ്യനെ ചേർത്ത് പറയും. ചൊവ്വയോടെ മറ്റു ഗ്രഹങ്ങളെ ചേരുമ്പോൾ സുബ്രഹ്മണ്യന് വഴിപാട് നടത്താൻ പറയും. കാർപ്പൻ്റർ, ഇലക്ട്രീഷ്യൻ, പ്ലംബർ, ഡ്രൈവർ, പിന്നെ ക്ലീനർ, കുക്ക്, ഹീറ്റർ, കുക്കർ. നമ്മളിപ്പോൾ ചൊവ്വ ഗോചരത്തിലൊക്കെ പോകുമ്പോൾ ഒരു പക്ഷേ ശനിക്കും ചൊവ്വയ്ക്കും ഒക്കെ കണക്ഷൻ വരികയാണെങ്കിൽ ചിലപ്പം വീട്ടിൽ കുക്കറൊക്കെ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. അതൊക്കെ സൂക്ഷിക്കണം. അത് ഈ ചൊവ്വയാണ്. അയൺ ബോക്സ്. പിന്നെ ചിലർ ഈ എന്താന്ന് പറയും, തമിഴ്നാട്ടിൽ പറയും തീക്കുണ്ടോ എന്ന് പറയും. അമ്പലങ്ങളിൽ ഇങ്ങനെ തീ ഇട്ടിട്ടുണ്ടാവൂലേ, അതിലിങ്ങനെ ഒരു സൈഡിൽ നിന്ന് നടന്ന് മറു സൈഡിലോട്ട് പോകണം. തീയിൽ ചവിട്ടി മെതിക്കുന്നത്, അതിൻ്റെ പേര് എനിക്കറിയില്ല അതെന്താണ് മലയാളത്തിൽ പറയുന്നത്. ഞങ്ങളെ ഇവിടെ പറയും തീയിലിറങ്ങുന്നതിന് അതിന് തീക്കുണ്ടോ എന്ന് പറയും. പിന്നെ അതുപോലെ ശനിക്ക് സ്ലോ ആയിട്ടുള്ള പ്ലാനറ്റാണ്. വളരെ, അതായത് പിശുക്ക്, കഠിന അധ്വാനി, പിന്നെ എപ്പോഴും ഒരു വിരക്തി, ഒരു തനിയായിട്ട് ഇരിക്കണമെന്നുള്ളൊരു ചിന്ത, ദാരിദ്ര്യം, ആയുസ്കാരകനാണ്, തൊഴിൽകാരകനാണ്, രോഗകാരകനാണ്. പിന്നെ ടണൽ, പിന്നെ ഗുഹ, ഇരുട്ട്, പഴയ സാധനങ്ങൾ, പഴയ കെട്ടിടം, പഴയ വാഹനം, പഴയ വീട്, മണ്ണിലുള്ള പാത്രങ്ങൾ, അതായത് മൺപാത്രങ്ങൾ, തൊഴിലാളികളുടെ വീട്, കറുപ്പ് നിറം, ഇരുമ്പ്, സ്കിൻ ഡിസീസ്, മറഞ്ഞ് താമസിക്കുന്നത്. കാരണം 2-ലൊക്കെ ശനി നിന്ന് കഴിഞ്ഞാൽ സ്വന്തം നാട്ടിൽ നിൽക്കുന്നതിനേക്കാളും അവർ ദൂരെ പോയാലാണ് അവർക്ക് നല്ലത്. പിന്നെ മുടന്ത്, ശരീരത്തിന് എന്തെങ്കിലും ഒരു കുറവ്, വിപത്ത്, വേസ്റ്റ് ഐറ്റം, സ്ക്രാപ്പ്, പിന്നെ കയ്പ്പ്, മുടി, ഡ്രെയിനേജ്, സെമിത്തേരി, കല്ലറ എന്ന് പറയില്ലേ, സെമിത്തേരി, പ്രായം ചെന്ന രൂപം, നിലക്കരി, ഓയില് എന്ന് പറഞ്ഞാൽ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ഓയില്, പിന്നെ പെട്രോള്, കാൽമുട്ട്, ഐസ് കട്ടി, പിന്നെ കരിപ്പെട്ടി, പനയിൽ നിന്ന് കിട്ടുന്ന കരിപ്പെട്ടി, പിന്നെ എന്താ പറയുക എന്താ പറയുക അതിന്, എള്ള്, കേഴ്വരകെന്ന് പറയും. അത് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്കറിയില്ല പറയാൻ. പിന്നെ കൂവരക് അതായിരിക്കും. പിന്നെ ജോലിക്കാർ, പിന്നെ വെസ്റ്റ്, അതായത് വെസ്റ്റ് ദിശ,
പിന്നെ എരുമ, പന്നി, അനാഥരായിട്ടുള്ളവർ, ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, യൂണിഫോം ജോബ് ഉള്ളവർ, പിന്നെ ഹൗസ് കീപ്പിംഗ്, റോഡ് പണി ചെയ്യുന്നവർ, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നവർ, ചെരുപ്പ്, സെർവർ, ടോയ്ലറ്റ്, മോർച്ചറി, എഗ്ഗ്, സമാധി, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് ഇത് രണ്ടും കോമ്പിനേഷനാണ്. ഇപ്പം ഇത്രയും ഞാൻ രണ്ടിനും പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും കൂടെ ചേർത്ത് കൊണ്ട് നിങ്ങൾ അതിനെ കണക്ട് ചെയ്ത് പറയണം. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. പൊതുവെ ശനി ചൊവ്വ നമ്മുടെ ജാതകത്തിൽ നിന്ന് കഴിഞ്ഞാൽ നിൽക്കുന്ന ഭാവവും ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നിൽക്കുന്ന ഭാവത്തിനും ബാധിപ്പുണ്ട്, ദൃഷ്ടി ചെയ്യുന്ന ഭാവത്തിനും, രണ്ടും കൂടെ ചേർന്ന് ദൃഷ്ടി ചെയ്യുന്ന ഭാവത്തിനും പിന്നെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ശനി എന്ന് പറയുമ്പോൾ 3, 7, 10, ചൊവ്വ എന്ന് പറയുമ്പോൾ 4, 7, 8. അപ്പം ഇതിങ്ങനെ കണക്ട് ചെയ്ത് ആ ദൃഷ്ടിക്കും ഫലങ്ങൾ നിങ്ങൾ എടുക്കണം. അപ്പോൾ എവിടെ നോക്കുന്നു അവിടെ പ്രോബ്ലം ആണെന്നുള്ളതും കാണിക്കണം. രണ്ട് സ്ഥലം നിൽക്കുന്ന ഭാവത്തിനും ശരി, നോക്കുന്ന ഭാവത്തിനും ദോഷമുണ്ട്. അവിടെ എന്ത് ഒരു എന്താ പറയുക, ഒരു പ്രശ്നം തരുമെന്നുള്ളതാണ്, നല്ല ഒരു ബാധിപ്പ് തരും എന്നുള്ളതാണ്. അത് നിങ്ങൾ നോക്കണം. പിന്നെ നമുക്ക് 5ൽ നിന്നും നോക്കുന്നു 11ലോട്ട് നോക്കണം എന്ന് വെച്ചോളൂ. എക്സാമ്പിൾ 5 നമ്മുടെ ആഗ്രഹം, അത് 11 5 നമുക്ക് മനസ്സിലുള്ള ആഗ്രഹങ്ങൾ, അത് 11ലോട്ട് നോക്കണം, നടക്കണം, വലുതായിട്ട് ആഗ്രഹം നടക്കണം, പക്ഷെ അത് നടക്കില്ല. അതേസമയം 11ൽ നിന്ന് 5ൽ നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ ലഗ്നത്തിൽ നിന്ന് 7ലോട്ട് നോക്കുകയാണെങ്കിൽ മാരേജിന് പ്രശ്നങ്ങൾ വരും. 7ൽ നിന്ന് ലഗ്നത്തിന് നോക്കണമെങ്കിൽ അതേപോലെ. അപ്പം ഇങ്ങനെ നമ്മൾ നോക്കുന്ന ഭാവത്തിനും നിൽക്കുന്ന ഭാവത്തിനും ഒക്കെ ഇത് ഒരു കുറച്ച് പ്രശ്നം തരുന്ന കോമ്പിനേഷനാണ് ചൊവ്വ ശനി. ഇവിടെ ചൊവ്വ എന്നുള്ളത് ദേഹം, ശരീരം, ശനി ഒരു ബുദ്ധിമുട്ട് തരുന്നു. അപ്പം ചൊവ്വയ്ക്ക് അവിടെ ബലം കുറവാണ്, അങ്ങനെ നമ്മൾ എടുക്കും. പിന്നെ ഇതിൻ്റെ ശരിക്കുമുള്ള എങ്ങനെയാണ് ഈ ഒരു കോമ്പിനേഷൻ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി തരാം. അതായത് കാലചക്രത്തിൻ്റെ 11ാം അധിപതിയാണ് ശനി. ഇത് ബാധകാസ്ഥാനമാണ്. മേടത്തിന് ചരരാശി ആയതുകൊണ്ട് 11 എന്ന് പറയുന്നത് ബാധകാസ്ഥാനമാണ്. അപ്പം ബാധകാധിപതിയാണ്, കാലചക്രത്തിൻ്റെ ബാധകാധിപതിയാണ് ശനി, അല്ലേ? അതേസമയം ഈ ശനി മകരത്തിനും അധിപനാണ്. ഈ മകരത്തിൻ്റെ 11ാം അധിപതി അതേ ചരരാശിയാണ്. മകരത്തിൻ്റെ 11 വൃശ്ചികമാണ്. അപ്പോൾ വൃശ്ചികത്തിന് ഇവിടെയും ബാധകമാണ്. അത് രണ്ടും എടുക്കാം. അപ്പം ഈ രണ്ട് തരത്തിലും ചൊവ്വയ്ക്ക് ചൊവ്വ ബാധകമാണ്. ഇവിടെ ചൊവ്വയ്ക്ക് ശനി ബാധകമാണ്, ബാധകാധിപതിയാണ്. അതേസമയം മകരലഗ്നത്തിൻ്റെ ശനിക്ക് ചൊവ്വയും 11 ബാധകാധിപതിയാണ്. അപ്പം രണ്ടും മാറി മാറി അവർ ബാധകം ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ ഒന്ന് നോക്കിയാൽ ഇപ്പം ഈ കാലചക്ര ഇത് പ്രകാരം മേടത്തിൻ്റെ ബാധകാധിപതി ശനി വരുന്നുണ്ട്. അതേസമയം ഇവിടെ ചൊവ്വയാണെങ്കിൽ കാലപുരുഷന്റെ അഷ്ടമാധിപതിയുമാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് രണ്ടും ബാധകവും ചെയ്യുന്നുണ്ട്. ഇത് ഒന്ന് ബാധകാധിപതിയുമായി വരുന്നു, ഇത് ഒന്ന് അഷ്ടമാധിപതിയുമായി വരുന്നു. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഒരു ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഇത്ര ഒരു ബുദ്ധിമുട്ട് തരുന്ന കോമ്പിനേഷനായിട്ട് ഈ ചൊവ്വയും ശനിയും പറയുന്നത്. ഓക്കെ, അതായത് കഷ്ടനഷ്ടങ്ങളുണ്ട്, അത് തീർച്ചയാണ്. പഠിപ്പെന്ന് പറയുമ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗ് പറയാം, ഡോക്ടർ പറയാം. ഞാനിപ്പോൾ വിപത്ത്, സർജറി അതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു തോന്നുന്നു. അതായത് ശനി ഉള്ള സ്ഥലം അല്ലെങ്കിൽ നോക്കുന്ന സ്ഥലത്തിന് ഒരു ഒടയലാണ്, അതോടെ ഉടച്ചു കളയും എന്നുള്ളതാണ്. അപ്പം അതാണ് ശനിയെ പറയുന്നത്. അപ്പോൾ ചൊവ്വയും ശനി എന്ന് പറഞ്ഞാൽ ചൊവ്വയ്ക്കും ശനിക്കും ചേർന്ന് നമ്മൾ ഫലമെടുക്കുമ്പോൾ ശരീരത്തിന് മുറിവ് എന്നുള്ളത് എടുക്കാം. ഒരുപക്ഷെ തലയ്ക്കും കിട്ടാം. ചൊവ്വ എന്നുള്ളത്
ഫസ്റ്റ് ഇതാണ്. അത് പിന്നെ കാലപുരുഷൻ്റെ ഫസ്റ്റ് രാശിയാണ്. അപ്പോൾ തലയ്ക്കും കിട്ടാം, അതേസമയം കാലിനും മുറിവ് കിട്ടാം. ചൊവ്വ ബ്ലഡ് കാണിക്കും എന്നുള്ളതാണ്. പിന്നെ സഹോദരങ്ങൾക്ക് പിന്നെ പ്രശ്നങ്ങൾ വരാം. നിലം, സ്വന്തം വീട് അത് കിട്ടാൻ താമസമാവും. കാരണം ശനിയല്ലേ, വളരെ സ്ലോ പ്ലാനറ്റ്. ഇപ്പോൾ ചൊവ്വ സ്വത്ത് അത് കിട്ടാനുള്ള താമസമുണ്ട്. അപ്പോൾ ആദ്യം നേരത്തെ കിട്ടുകയാണെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ ലേറ്റായി കിട്ടുകയാണെങ്കിൽ നല്ലത്. ഇവർക്ക് പൊതുവേ ദൂരസ്ഥലങ്ങളിൽ പോയി വീട് വാങ്ങി താമസിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഒരു സ്ഥലം വാങ്ങിയിട്ടും കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ ഇവർക്ക് നല്ല വിലയ്ക്ക് വിൽക്കാൻ പറ്റും. പിന്നെ പഴയ വീട് വാങ്ങാനുള്ള യോഗമാണ് കൂടുതൽ. കെട്ടിടം ഇടിച്ചിട്ട് പിന്നെ അതായത് പഴയ കെട്ടിടം കാണുമ്പോൾ അതിനെ ഇടിച്ചിട്ട് അവരതിനെ വീട് വെക്കുന്നതാണ് ഇവർക്ക് നല്ലത്. അതായത് പിന്നെ പഴയ വീട്. ഉദ്യോഗം യൂണിഫോം ജോബ്സ് എന്ന് പറയുന്നുണ്ട്. മെഡിസിൻ പറയുന്നുണ്ട്. ജോലിക്കാർ ശനി, ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരെ പറയുന്നത് ശനിയാണ്. അതുപോലെ ടീച്ചിങ്, ചൊവ്വ ടീച്ചിങ് ആണ്, ശനിക്കും ടീച്ചിങ് വരുന്നുണ്ട്. അതുപോലെ കെട്ടിടപ്പണി ചെയ്യുന്ന ആൾക്കാർ, കെട്ടിടപ്പണിയിൽ മേസ്ത്രി എന്നൊക്കെ പറയില്ലേ അവരെ, അതുപോലെ വ്യവസായത്തിൻ്റെത്, വീട് ഇടിച്ച് മാറ്റുന്ന ജോലിക്കാരെല്ലാം ചൊവ്വ ശനിക്ക് പറയും. പിന്നെ ഈ മണ്ണ്, കല്ല്, ബ്രിക്സ് ഒക്കെ ബിസിനസ് ചെയ്യുന്നില്ലേ അവരും ഈ ചൊവ്വ ശനി കോമ്പിനേഷൻ ഉള്ളവരാണ്. അതുപോലെ ലോറി ഓടിക്കുന്നത്, ലോറി തൊഴിൽ ചെയ്യുന്നത്, സർവീസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ലോറി ഖനരക വാഹനങ്ങളെല്ലാം ചെയ്യുന്നതെല്ലാം ചൊവ്വ ശനി. പിന്നെ വീവിങ് ചെയ്യുന്നതും വസ്ത്രങ്ങൾ നെയ്യുന്നില്ലേ അതും ചൊവ്വ ശനി പറയുന്നുണ്ട്. പിന്നെ ഡ്രൈവിംഗ് ഉണ്ട്, ക്ലീനറുണ്ട്. പിന്നെ പൊതുവെ ചൊവ്വ ശനി കോമ്പിനേഷൻ മാന്തിയൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, നാലാം ഭാവം, നാലാം അധിപതിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പം ആ സ്ഥലത്ത് അതായത് ആരെങ്കിലും പണ്ട് മറവ് ചെയ്തിരിക്കാം, അങ്ങനെ കാണുന്നുണ്ട്. മാന്തിയൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നോക്കുമ്പോൾ അത് കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്. അതൊക്കെ നോക്കുമ്പോൾ അതും ചിലപ്പം മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയും അപ്പം തന്നെ മരിച്ചവർ ആരെങ്കിലും പൊതിച്ചിട്ടുണ്ടാവാം, എരിച്ചിട്ടുണ്ടാവാം, എന്തെങ്കിലുമൊക്കെ അവിടെ നടന്നിട്ടുണ്ടാവാം. പിന്നെ ചൊവ്വ ശനി കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ മുട്ട, ചിക്കൻ, ഫിഷ് ഇതൊക്കെ പിന്നെ ബിസിനസ് ചെയ്യുന്ന സ്ഥലം. അതേസമയം ഇത് നോൺ വെജിൻ്റെ ഇതാണ്. നോൺ വെജാണ് ചൊവ്വ ശനി പറയുന്നത്. ഒരു പക്ഷേ വെജിറ്റേറിയൻ ആൾക്കാരാണെങ്കിൽ ഈ പുളിപ്പായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കും എന്നുള്ളതാണ് പറയുന്നത്. കാരണം ശനി എന്നുള്ളത് പുളിപ്പാണ്. അതുപോലെ ക്ലീൻ ചെയ്യുന്നത്, ഹൗസ് കീപ്പിംഗ്, എപ്പോഴും വീട് ക്ലീൻ ആയിരിക്കണം ഇവർക്ക്. ശനി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും പഴയ സാധനങ്ങൾ എന്നൊക്കെ പറയണമെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് ക്ലീനായിട്ട് വെക്കുന്നതാണ് ഇവർക്ക് നല്ലത്. പിന്നെ ചൊവ്വ ശനി കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ പോളിയോ ബാധിക്കുന്നവർ പറയുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് പറയാൻ പറ്റില്ല, കാരണം അതൊക്കെ പണ്ടായിരുന്നു, ഇപ്പം അതൊന്നും ഇല്ല. പക്ഷെ അതിന് പകരം കാലിൽ മുറിവെന്ന് പറയാം, അല്ലെങ്കിൽ കാലിൽ എന്തെങ്കിലും പ്രശ്നങ്ങളെന്ന് പറയാം. ചൊവ്വ അതിൻ്റെ ബ്ലഡിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വേണമെങ്കിൽ പറയാം. അതുപോലെ ചൊവ്വ ശനിക്ക് ആയുർഖണ്ഡം പറയുന്നുണ്ട്. ആയുസിന് കുറച്ച് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്ന് കുറച്ച് സീരിയസ് ആവുന്ന പോലെയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമ്മുടെ അതിൻ്റെ ഗുരുദൃഷ്ടി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റമുണ്ടാവും. അതൊക്കെ ജാതകത്തിൻ്റെ ഗ്രഹനില നോക്കി വേണം നമുക്ക് പറയേണ്ടത്. അതിന് ആയുർഖണ്ഡം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് വേണം അതിനും പറയേണ്ടത്. അതങ്ങ് പെട്ടെന്നങ്ങ് പറയാൻ പറ്റുന്ന കാര്യമല്ല. 8ാം ഭാവമൊക്കെ നല്ല നോക്കണം. 8ാം ഭാവം രാഹു, ശനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളും അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ചൊവ്വ ശനി എന്ന് പറയുമ്പോൾ സുബ്രഹ്മണ്യന് വഴിപാട് പറയുന്നുണ്ട്. പിന്നെ ചൊവ്വ ശനി എന്ന് പറയുമ്പോൾ ജോലിക്കാരാണ്, തൊഴിലാളികൾ എന്നാണ് പറയുന്നത്. ഇവർക്ക് ചൊവ്വ ശനി നിൽക്കുന്നവർക്ക് നല്ല പോസ്റ്റിംഗ് എല്ലാം കിട്ടും. നല്ല ചൊവ്വ ബലമായിട്ടും ശനി ബലമായിട്ടും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല പദവി, നല്ല സാലറി, അല്ലെങ്കിൽ നല്ല വരുമാനം, ക്യാഷ് ഒക്കെ നിറയെ പണമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവർക്ക് പ്രമോഷനൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ വരാം. പ്രമോഷൻ കിട്ടാനൊക്കെ ലേറ്റാകാം. എല്ലാം അവിടെ ഒരു തടസ്സം ചെയ്യും, അതാണ്. പിന്നെ വീട്ടിലെ സ്റ്റെപ്സ് ഇല്ലേ, നമ്മൾ കയറി പോകുന്ന സ്റ്റെപ്സൊക്കെ അവിടെ എന്തെങ്കിലുമൊക്കെ ഉടഞ്ഞു കിടക്കും, പ്രശ്നമുണ്ടാകും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് ശരിയാക്കി വെക്കണം.
എപ്പോഴും പടി കയറുന്ന പടികൾ കുറച്ച് സൂക്ഷിച്ച് ക്ലിയർ ചെയ്ത് വെക്കണം. പിന്നെ പൊതുവേ ചൊവ്വ ശനി കോമ്പിനേഷൻ ആണെങ്കിൽ ഈ മാരേജ് സമയത്തൊക്കെ ഇവർക്ക് എന്തെങ്കിലും ഈ കർമ്മം കാര്യങ്ങൾ എന്ന് പറഞ്ഞു, കാരണം ആർക്കെങ്കിലും മരണം സംഭവിക്കാം, അടുത്ത് എവിടെയെങ്കിലും ബന്ധുക്കൾക്കോ സ്വന്തക്കാർ ആൾക്കാർക്കൊന്നും അല്ലെങ്കിലും അടുത്ത് എവിടെയെങ്കിലും അറിയുന്നവരാരെങ്കിലും ഒക്കെ ഇങ്ങനെ ആ ഒരു സംഭവം വരുന്നുണ്ട്. ചിലർക്ക് കല്യാണ സമയത്തായിരിക്കും ആരെങ്കിലും അടുത്ത് എവിടെയെങ്കിലും മരണപ്പെടുന്നത്, അല്ലെങ്കിൽ അന്നത്തെ ദിവസം ആരെങ്കിലും അറിഞ്ഞ ആൾക്കാർ ആരെങ്കിലും മരണപ്പെടുന്നത്. ഇവരത് ചിലപ്പോൾ അത് ചെവിയിൽ കേൾക്കേണ്ടി വരും എന്നുള്ളതാണ്, അത് കാണുന്നുണ്ട്. പിന്നെ അതേസമയം ചൊവ്വയും ശനിയും ആയതുകൊണ്ട് ചെറിയ വയസ്സിൽ ആരെങ്കിലും ആക്സിഡൻറ്റിലൊക്കെ മരിച്ചു പോകാനുള്ള ഒരവസ്ഥയും ഒക്കെ ഇതിൽ ചൊവ്വ ശനി കോമ്പിനേഷൻ പറയുന്നു. അതിനെല്ലാം ഗ്രഹനില മെയിനാக നോക്കി വേണം പറയാൻ, അല്ലാതെ പറയരുത്. ചിലപ്പോൾ നല്ല ഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടെങ്കിൽ അതൊന്നും വരില്ല എന്നുള്ളതാണ്. ഇതൊക്കെ ഒരു സൂചന മാത്രമാണ്, ബാക്കി നമ്മളെല്ലാം ഗ്രഹനില നോക്കി വേണം പറയാൻ. പിന്നെ ഇവർക്ക് സഹോദരങ്ങൾ ജനിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളാണ്. ഇളയ സഹോദരങ്ങൾ ജനിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ, ഇവർക്ക് വീട്ടിലെ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവാം. വീടെപ്പോഴും നീറ്റായിട്ട് വെക്കണം. ഇവരുടെ വീട്ടിൽ എപ്പോഴും പഴയ സാധനങ്ങൾ, ഉപയോഗിക്കാത്ത വർഷങ്ങളായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടാകും. വീട് വാസ്തു കുറ്റമുള്ള വീടായിരിക്കും. അവർക്ക് അങ്ങനെ പരിപൂർണ വാസ്തു ശരിയായിട്ടുള്ള വീടൊന്നും ഇവർക്ക് കിട്ടില്ല. മാരേജ് ആണ് ഇവർക്ക്, ലേറ്റ് മാരേജ് ആവാനാണ് ചാൻസ്, അല്ലെങ്കിൽ ചിലപ്പം ജാതിയിലും വ്യത്യാസം, വയസ്സിൽ വ്യത്യാസം, ഇങ്ങനെയൊക്കെയുള്ള എന്താ പറയുക മുറ തെറ്റിയ മാരേജൊക്കെ നടക്കാനൊക്കെ ഒരു ചാൻസ് ഉണ്ട്. അപ്പം ഈ മാരേജിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ 2, 7 കാര്യങ്ങളൊക്കെ, 2-ാം ഭാവം 7-ാം ഭാവമൊക്കെ വളരെ ശ്രദ്ധിച്ച് നോക്കണം. നോക്കിയ ശേഷമാണ് ഇവർക്ക് പൊരുത്തം നോക്കിയൊക്കെ, പൊരുത്തമാണെങ്കിൽ അങ്ങനെ നോക്കി വിവാഹം കഴിക്കേണ്ടത്. എപ്പോഴും വഴക്കാളികളായിരിക്കും ഇവർ. ചൊവ്വയും ശനി എപ്പോഴും പോരാട്ടം ചെയ്യുന്നവർ, പിന്നെ കമ്പനികളൊക്കെ ഉണ്ടെങ്കിൽ സ്ട്രൈക്കൊക്കെ നടത്തുന്നവരൊക്കെ ഇവരാണ്. എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവരായിരിക്കും മുന്നിൽ നിൽക്കുന്നത്. പോരാട്ട ഗുണമുള്ളവരാണ്.